അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75 ടാൻ 50. സൈൻ 75 ആൻഡ് ടാൻ 50. ഒരു ക്വസ്റ്റ്യൻ സൈൻ 75, ബി പാർട്ട് ക്വസ്റ്റ്യൻ ടാൻ 15 ആണ്. ഇത് നമ്മൾ പാർട്ട് 6 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ എല്ലാ ടൈപ്പും സൈൻ 75ഉം കോസ് 15, കോസ് 75, ടാൻ 75 എല്ലാ പ്രോബ്ലവും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ലെവൽ 1 നിങ്ങൾ നോക്കി പഠിച്ചതിന് ശേഷം മാത്രം ലെവൽ 2 ഈ 2 ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇപ്പൊ സൈൻ 75 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത് മക്കളെ? സൈൻ 75 നമുക്ക് വാല്യൂ അറിയാൻ പാടില്ല. അപ്പൊ ഇതിന് നമ്മൾ അറിയാവുന്ന വാല്യൂവിലേക്ക് കൊണ്ടുവരണം അല്ലേ? അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. സൈൻ 75 നിങ്ങൾ നോക്കിക്കേ, 75നെ എങ്ങനെ എഴുതിയാൽ നമ്മൾ ഈ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാന്ന് പഠിച്ചേ? 75നെ 45 + 13 എഴുതാം അല്ലേ? അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം? സൈൻ 45 + 30 എന്ന് എഴുതാം. സൈൻ 45 + 13. 45 + 13 എന്താ? 75 ഇനി ഇത് വീണ്ടും കൂട്ടി ആ ക്വസ്റ്റ്യൻ എഴുതി വെക്കരുത് കേട്ടോ. അപ്പൊ സൈൻ 45 + 13 എന്ന് പറഞ്ഞ 75 ആണ്. ഇത് നമ്മൾ പഠിച്ചൊരു ഫോർമുല ഇത് A+B ആണ് അല്ലേ? സൈൻ A+B നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ്. എന്താ നമ്മൾ ഇക്വേഷൻ പഠിച്ചേക്കണേ? സൈൻ്റെ ഇക്വേഷന്റെ പ്രത്യേകത എന്താ? സൈൻ്റെ ഇത് +B ആണ്. സൈൻ A+Bയുടെ ഫോർമുലയാണ്. സൈൻ്റെ ഇക്വേഷനകത്ത് പ്രോഡക്റ്റിനകത്ത് സൈനും ഉണ്ട് കോസും ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്താ പഠിച്ചതെന്ന് ഓർക്കണ്ടോ? സൈനിന് A കൊടുത്താൽ ആർക്ക് കോസ് കൊടുക്കണം? കോസിന് B കൊടുക്കണം അല്ലേ? ഇനി കോസിന് നടുക്ക് ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് വരും. ഇനി തിരിച്ചിടണം ഈ ആംഗിള്. സൈനിന് B കൊടുക്കണം, കോസിന് എന്ത് കൊടുക്കണം? A കൊടുക്കണം. കോസിന് A കൊടുക്കണം. ഇതാണ് നമ്മുടെ സം ഫോർമുല എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചേക്കണം. അപ്പൊ ആ ഒരു ഫോർമുലയിലേക്ക് നമുക്ക് ഈ വാല്യൂസ് കൊടുക്കണം. ഇവിടെ നോക്കി, എയുടെ സ്ഥാനത്ത് ഈ ഇക്വേഷനകത്ത് എയുടെ സ്ഥാനത്ത് ഏത് കൊടുക്കണം? 45. ബിയുടെ സ്ഥാനത്ത് ഏത് കൊടുക്കണം? 30 കൊടുക്കണം. അപ്പൊ നമ്മുടെ ഇക്വേഷനകത്ത് എയുടെ സ്ഥാനത്ത് 45, കോസ് ബിയുടെ സ്ഥാനത്ത് 30, നടുക്കുള്ള പ്ലസ് അങ്ങനെ തന്നെ എഴുതി. ഇനി ഇത് തിരിച്ചിടണം. സൈൻ ബിയുടെ സ്ഥാനത്ത് ബിയുടെ വാല്യൂ 30, ദെൻ ഇത് ഈ ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക എന്ന് ഓർത്താലും മതി. കോസിന് 45 കൊടുക്കണം. അപ്പൊ നമ്മുടെ വാല്യൂസ് എല്ലാം നമ്മൾ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സൈൻ 45 എന്താ പഠിച്ചാണ്? 1/√2 അല്ലേ? അപ്പൊ ആ വാല്യൂ ഇവിടെ എഴുതി 1/√2 എഴുതി. ഇൻറ്റു കോസ് 30 പഠിച്ചങ്ങനെ എന്താ? √3/2 ആണ്. അപ്പൊ നമ്മുടെ അതിന്റെ വാല്യൂ എഴുതി √3/2 എഴുതി. നടുക്ക് പ്ലസ് ആണെങ്കിൽ പ്ലസ് വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ പോലും കേട്ടോ. ഇനി സൈൻ 30ന്റെ വാല്യൂ എന്താ മക്കളെ? 1/2 ആണ്. അത് കൊടുത്തു. ഇൻറ്റു കോസ് 45 എന്താ? 1/√2. അതിന്റെ വാല്യൂ 1/√2 കൊടുത്തു. ഇനി നമുക്കറിയാം ഈ നമ്പേഴ്സിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ വന്നിരിക്കുന്ന 1ഉം √3 കൂടെ ഗുണിച്ച എന്താ? √3 എഴുതി. ഡിവൈഡഡ് ബൈ 2 × √2 എന്നാ? 2√2 എഴുതി. പ്ലസ് 1 × 1 എന്താ? 1. 2 × √2 2√2. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടി? √3 ഡിവൈഡഡ് ബൈ 2√2 ആയി, പ്ലസ് 1/2√2 ആയി. ഇവിടെ LCM എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ 2√2 ആണ്. രണ്ടും ഡിനോമിനേറ്ററിൽ ഒരുപോലെ അടങ്ങണ 2√2 ആണ്. അപ്പൊ നമ്മൾ ആ LCM 2√2 എടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്ത് വരും? √3 അങ്ങനെ തന്നെ വരും, പ്ലസ് 1 അങ്ങനെ തന്നെ വരും. അപ്പൊ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടാൻ 15 ആണ്. ടാൻ 15 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതുപോലെ തന്നെയാണ്. ടാൻ 15നെ നമുക്ക് പഠിച്ച വാല്യൂവിലേക്ക് കൊണ്ടുവരണം അതല്ലേ? അപ്പൊ എന്ത് വരും? ടാൻ 45 - 13 എന്ന് കൊടുക്കാം. കറക്റ്റ് അല്ലേ? ടാൻ 45 30 കുറച്ച് 13 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ടാൻ 45 അങ്ങനെ തന്നെ എഴുതി. മൈനസ് ടാൻ 30 വരും, ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ 45 ഇൻറ്റു ടാൻ 30 വരും. ഏതാ ഫോർമുല? ടാൻ A+B എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചേക്കണം എന്താ? അതായത് ടാനിന് A കൊടുക്കണം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ A പ്ലസ് പിന്നെ ടാനിന് B കൊടുക്കണം. ടാൻ B ഡിവൈഡഡ് ബൈ 1 മൈനസ് ഈ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ A ഇൻറ്റു ടാൻ B വരും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയ ടാൻ ഇത് A ആണ്, ഇത് B ആണ്. അപ്പൊ ടാനിന് 45 കൊടുത്തു, മൈനസ് പിന്നെ ടാനിന് 30 കൊടുത്തു, ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ രണ്ട് നമ്പറിന്റെയും പ്രോഡക്റ്റ് വരും. ടാൻ 45 ഇൻറ്റു ടാൻ 30 വരും. ഇനി ഇതിനകത്ത് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടാൻ 45ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1 കൊടുത്തു, മൈനസ് ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്. അത് അങ്ങനെ തന്നെ കൊടുത്തു. 1 പ്ലസ് 1 ഇൻറ്റു 1/√3 വരും. കാരണം ടാൻ 45 1 ആണ്, ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 അല്ലേ? അപ്പൊ ആ വാല്യൂസ് അങ്ങനെ തന്നെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ഇനി നിങ്ങൾ നോക്കിക്ക് ഇത് നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇത് നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് √3 - 1 ഡിവൈഡഡ് ബൈ √3 വരും. ഒരു നമ്പർ നേരെ ഇങ്ങോട്ട് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ആ നമ്പർ എഴുതാൻ മറന്നു പോകരുത്. അതുപോലെ ഇതിനെയും പ്രോഡക്റ്റ് ചെയ്യണം. അപ്പൊ √3 + 1 × 1 എന്ന് പറഞ്ഞാൽ 1 വരും, ഡിവൈഡഡ് ബൈ √3 വരും. ഇത് രണ്ടും എന്തായി പോകും? കോമൺ ആണ്, ക്യാൻസൽ ആയി പോകും അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? √3 - 1 ഡിവൈഡഡ് ബൈ √3 + നമ്മുടെ ആൻസർ ആയി. ക്ലിയർ ആയല്ലോ? ടെസ്റ്റ് എക്സസൈസിലെ 6th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. cos π/4 - x into cos π/4 - y minus sin π/4 minus x into sin π/4 minus y equal to sin x plus y ആണ് പ്രൂവ് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. cos π/4 - x into cos π/4 minus y minus sin π/4 minus x into sin π/4 minus y equal to sin x plus y ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സ്ഥലത്ത് കോസ് മാത്രം, ഒരു സ്ഥലത്ത് സൈൻ മാത്രം. അത് ഏതിന്റെ ഫോർമുല മക്കളെ? കോസിന്റെ ഫോർമുല. നമ്മുടെ ഒരു ഇക്വേഷനകത്ത്, പ്രോഡക്റ്റിനകത്ത് ഒരു സ്ഥലത്ത് കോസ് മാത്രം, ഒരു സ്ഥലത്ത് സൈൻ മാത്രം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എപ്പോഴും ഏതിന്റെ ഇക്വേഷനാ? കോസിന്റെ ഇക്വേഷനാ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നടുക്ക് മൈനസ് വന്നാൽ പ്ലസ് വരും, പ്ലസ് വന്നാൽ എന്ത് വരും? മൈനസ് വരും. ആ ഒരു ഇക്വേഷൻ നമുക്കറിയാം. പ്ലസ് വന്നാൽ മൈനസ് വരും, മൈനസ് വന്നാൽ പ്ലസ് വരും. അപ്പൊ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെ മാറ്റാം? ഇത് നമ്മുടെ എ ആണ്, ഇത് നമ്മുടെ ബി ആണ്. ഇതപ്പോ എ വരും, ഇത് ബി വരും. ഇപ്പൊ കോസ് എ ഇൻറ്റു കോസ് ബി മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ ബി ആണ് ഫോർമുല. ഏതാ ഫോർമുല? കോസ് എ ഇൻറ്റു കോസ് ബി മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ ബി. ഒരു സ്ഥലത്ത് കോസ് മാത്രം, ഒരു സ്ഥലത്ത് സൈൻ മാത്രം. അപ്പൊ അത് ഏതിന്റെ ഫോർമുലയാ? കോസിന്റെ ഫോർമുല, കോസ് എ. ഇനി നടുക്ക് മൈനസ് ഇടണോ പ്ലസ് ഇടണോ എന്ന് തീരുമാനിക്കുന്നത് എന്താ? ഈ സൈൻ നോക്കണം. ഇവിടെ മൈനസ് ആണ്, ഇവിടെ എന്തിടും? പ്ലസ് ഇടും. അപ്പൊ കോസ് എ പ്ലസ് ബി. അപ്പൊ നമ്മുടെ ഈ ഇക്വേഷൻ ഏത് ഫോമിലാണ് കിടക്കണേ? കോസ് എ പ്ലസ് ബിയുടെ രൂപത്തിലാണ് കിടക്കണേ അല്ലേ? ഇനി നമ്മുടെ എ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഈ ഇക്വേഷനകത്തേക്ക് എയുടെ സ്ഥാനത്ത് നമ്മൾ ഇവിടെ ഏതാണ്? π/4 മൈനസ് എക്സ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? π/4 മൈനസ് എക്സ്. ഇത് നമ്മുടെ എ. ഇനി ബിയുടെ സ്ഥാനത്ത് പ്ലസ്, ബിയുടെ സ്ഥാനത്ത് എന്താ കിടക്കണേ? π/4 മൈനസ് വൈ, π/4 മൈനസ് വൈ. നമ്മൾ ആ ഇക്വേഷനിലേക്ക് അതാത് സ്ഥാനത്ത് ആ വാല്യൂസ് എല്ലാം അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് കോസ് കൂടെ ഒന്നും വെട്ടിപ്പോകില്ല. ഈ π/4ഉം ഈ π/4 എന്ന് പറയുമ്പോൾ രണ്ട് π/4 ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 × π/4 എന്ന് എഴുതാം. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ മൈനസ് അങ്ങ് പുറത്തേക്ക് എടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് വരും. അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്താണ് ഇവിടെ? ഈ രണ്ട് π/4നെ ചേർത്ത് 2 × π/4 എന്നാക്കി. മൈനസ് എക്സും മൈനസ് വൈയും ഉണ്ട്. അപ്പൊ ആ മൈനസ് പുറത്തെടുത്ത് കഴിയുമ്പോൾ എന്താവും? ബ്രാക്കറ്റിനകത്ത് എസ് പ്ലസ് വൈ ആവും. അപ്പൊ ഈ 2ഉം ഈ π/4ഉം വെട്ടിപ്പോവും. അപ്പൊ ഇവിടെ ആൻസർ ഈസ് 2 വരും. അപ്പൊ നമ്മുടെ വാല്യൂ എന്തായി നോക്കിയേ? കോസ് π/2 മൈനസ് ഇത് π/2 π/2 മൈനസ് ബ്രാക്കറ്റിനകത്ത് എന്താ കിടക്കണേ? എസ് പ്ലസ് വൈ വരും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നമുക്കറിയാം 90 കോസ് 90 മൈനസ് തീറ്റയാണ്. കോസ് 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസിന് 90 വന്ന കറസ്പോണ്ടിങ് സൈൻ ആണ് അല്ലെ? അതായത് നമ്മുടെ ഫോർമുല ഇതാണ്. കോസ് 90 മൈനസ് തീറ്റ. 90 വന്ന കോസിന് കറസ്പോണ്ടിങ് എന്താണ്? സൈൻ ആണ്. സെയിം ആംഗിൾ തീറ്റ, സൈൻ തീറ്റ. ഇവിടെ അപ്പൊ ഏതാണ്? കോസ് 90 മൈനസ് തീറ്റ അല്ലേ? ആ തീറ്റയുടെ സ്ഥാനത്ത് ഏതാ കിടക്കണേ? എസ് പ്ലസ് വൈ. അപ്പൊ നമ്മുടെ ഫോർമുല എന്താവും മക്കളെ? സൈൻ എക്സ് പ്ലസ് വൈ ആയി. തീറ്റയുടെ സ്ഥാനത്ത് എവിടെ ഏത് കൊടുത്തു? എസ് പ്ലസ് വൈ കൊടുത്തു. ഇനി നമ്മൾ കുഞ്ഞൊരു കുരിശ് വരയ്ക്കാം. 19 ഇവിടെ. 90 മൈനസ് തീറ്റ എവിടെ കിടക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കും. ഫസ്റ്റ് ക്വാഡ്രന്റിനകത്ത് ഓൾ സ്റ്റുഡൻസ് ടേക്ക് എ കോഫി, എല്ലാം പോസിറ്റീവാ അല്ലെ? അപ്പൊ ഈ സൈൻ എന്താ? പോസിറ്റീവ് വരും. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ട് ആയില്ലേ നോക്കി. നമുക്ക് ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം ലെവൽ 1 നമ്മൾ പാർട്ട് 5 പാർട്ട് 7 ചെയ്തിട്ടുണ്ട്. നോക്കുക നിങ്ങൾ വീഡിയോസ് എല്ലാം. ആ വീഡിയോ എല്ലാം നോക്കി കണ്ടതിന് ശേഷം ഡൗട്ട് ഉള്ളതൊക്കെ ഒന്നുകൂടി ക്ലിയർ ചെയ്യുക കേട്ടോ. നമുക്ക് ടെസ്റ്റിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിളോടെ ചെയ്തു നോക്കാം. എക്സാമ്പിൾ ഫോർ 6. സൈൻ π/4 മൈനസ് എക്സ് കോസ് π/4 മൈനസ് വൈ മൈനസ് സൈൻ π/4 മൈനസ് വൈ
കോസ് പൈ ബൈ 4 മൈനസ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കി നമുക്കറിയാം ഇക്വേഷനകത്ത് പ്രോഡക്റ്റിനകത്ത് സൈനും ഉണ്ട് കോസും ഉണ്ട്. സൈനും കോസും വന്നതാ ഏതിൻ്റെ ഇക്വേഷനാണ്? സൈൻ്റെ ഫോർമുല അല്ലേ? നമ്മൾ ഫോർമുല പഠിച്ചെങ്ങനെയാ? സൈൻ എ ഇൻറ്റു കോസ് ബി, നടുക്ക് എന്താണ്? ഇവിടെ മൈനസാണ് വന്നതാണ്, അപ്പം മൈനസ് വരും. മൈനസ് കോസ് എ ഇൻറ്റു സൈൻ ബി ആണ്. പ്രോഡക്റ്റിനകത്ത് സൈനും ഉണ്ട് കോസും ഉണ്ടെങ്കിൽ അത് സൈൻ്റെ ഫോർമുല അല്ലേ? ഇവിടെ മൈനസ് വന്നാൽ നടുക്ക് മൈനസ് വരും, പ്ലസ് വന്നാൽ പ്ലസ് വരും, മൈനസ് വന്നാൽ മൈനസ് വരും. അപ്പോൾ പ്രോഡക്റ്റിനകത്ത് സൈനും ഉണ്ട് കോസും ഉണ്ട്. അപ്പം നമ്മളിത് ഏതിൻ്റെ ഫോർമുല മക്കളെ? സൈൻ എ, നടുക്ക് എന്താണ്? മൈനസ്, സെയിം സൈനാണ്, സൈൻ എ മൈനസ് ബി. കോസിനാണെങ്കിൽ മൈനസ് വന്നാൽ പ്ലസ് വരും, പ്ലസ് വന്നാൽ മൈനസ് വരും. പക്ഷെ സൈൻ എന്താണ്? സെയിം സൈനാണ്, മൈനസ് വന്നാൽ മൈനസ് വരും, പ്ലസ് വന്നാൽ പ്ലസ് തന്നെ വരും, സെയിം ഫംഗ്ഷനാണ് വരുന്നത്. അപ്പം നമ്മുടെ ട്രിഗണോമെട്രി ഫംഗ്ഷനകത്ത് ഇത് ഏതിൻ്റെ ഫോർമുലയാണെന്ന് മനസ്സിലായി? സൈൻ എ മൈനസ് ബി ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എ എന്ന് പറഞ്ഞ ഏതാണ്? പൈ ബൈ 4 മൈനസ്, ബി എന്ന് പറഞ്ഞ ഏതാണ്? പൈ ബൈ 4 മൈനസ് വൈ. ഇനി ഇത് തിരിച്ചു വരും, ഇത് നമ്മുടെ ബി വരും, ഇത് നമ്മുടെ എ വരും. അവിടെ നോക്കേണ്ട ആവശ്യം കൂടിയില്ല. അപ്പോൾ നമ്മുടെ എ എന്താന്ന് കിട്ടി, ബി എന്താന്ന് കിട്ടി. ഇനി ആ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും നോക്കി? എ എന്ന് പറഞ്ഞ് എയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം മക്കളെ? പൈ ബൈ 4 മൈനസ് എക്സ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് പൈ ബൈ 4 മൈനസ് എക്സ് കൊടുത്തു. ഇനി നടുക്കുള്ള മൈനസ് അങ്ങനെ തന്നെ എഴുതി, മൈനസ് ബിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ബ്രാക്കറ്റ് ഇടണം. 2 ടേം ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടാൻ മറന്നു വരുത്. പൈ ബൈ 4 മൈനസ് വൈ കൊടുത്തു, ബ്രാക്കറ്റ് സോൾവ് ചെയ്തു. ഇനി ഈ ബ്രാക്കറ്റിനകത്ത് ഇടണം ഫംഗ്ഷൻ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? സൈൻ വരും, ഇവിടെ പൈ ബൈ 4 വരും, മൈനസ് എക്സ് വരും. ഇത് ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് പൈ ബൈ 4 വരും, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പ്ലസ് വൈ വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷനകത്ത് ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്ത് ബാലൻസ് ഉള്ള നമ്പർ എഴുതണം. അപ്പോൾ പ്ലസ് പൈ ബൈ 4 മൈനസ് പൈ ബൈ 4 എന്താവും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ സൈൻ ഇവിടെ എന്ത് വരും? മൈനസ് എക്സ് പ്ലസ് വൈ വരും. ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് ഓർഡർ ആക്കി എഴുതാം, സൈൻ വൈ മൈനസ് എക്സ് എന്ന് എഴുതാം. ദെൻ ആൻസർ ആയി. സെയിം മോഡൽ ഒരു എക്സാമ്പിളോടെ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. സൈൻ പൈ ബൈ 4 മൈനസ് എക്സ്, സൈൻ പൈ ബൈ 4 മൈനസ് വൈ പ്ലസ്, അവിടെ മൈനസ് ആർന്ന് ഇവിടെ പ്ലസ് കിട്ടും നമ്മൾ. കോസ് പൈ ബൈ 4 മൈനസ് എക്സ്, കോസ് പൈ ബൈ 4 മൈനസ് വൈ. ഇതേ സെയിം മോഡൽ ഒരു എക്സാമ്പിളോടെ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം കുറേ പ്രോബ്ലംസ് നമ്മൾ ലെവൽ 1 ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലം എല്ലാം എടുത്ത് നിങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കണം കേട്ടോ. ടെസ്റ്റ് എക്സസൈസിലെ 7th ക്വസ്റ്റ്യൻ എടുക്കാം നമുക്ക്. പ്രൂവ് ദാറ്റ് ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് divided by tan pi by 4 minus x equal to 1 plus tan x the whole square divided by 1 minus tan x the whole square. നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ tan pi by 4 plus x divided by tan pi by 4 minus x എന്ന് പറഞ്ഞ് എന്ത് പ്രൂവ് ചെയ്യണം? 1 plus tan x the whole square divided by 1 minus tan x the whole square എന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം, നമ്മൾ പഠിച്ച ഫോർമുലയാണ് tan pi by 4 plus x എന്ന് പറഞ്ഞ ഫോർമുല എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ പ്ലസ് വന്ന 1 plus tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x വരും. ഇനി tan pi by 4 മൈനസ് എക്സ് ആണെങ്കിലോ ഫോർമുല സെയിം തന്നെ, ഒറ്റ സൈൻ മാത്രം മാറും. അതായത് ഇവിടെ മൈനസ് വരുമ്പോൾ നേരെ മൈനസ് വരും. 1 മൈനസ് tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan x വരും. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റിനകത്ത് 2 ഫോർമുല വരുന്നുണ്ട്. ഒന്ന് tan pi by 4 പ്ലസ് എക്സ്, രണ്ടാമത്തെ ഫോർമുല വരുന്നത് tan pi by 4 മൈനസ് എക്സ്. അപ്പം ഈ 2 ഫോർമുലയുടെ വാല്യൂസ് നമ്മൾ അങ്ങ് എഴുതുക. ഇതെപ്പോഴും പഠിച്ചു വെക്കണം, മറന്നു പോകരുത്. ഇനി ഈ 2 വാല്യൂ നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുത്താൽ നമ്മുടെ ആൻസർ ആയി. നമ്മൾ എന്താ പറഞ്ഞേക്കണേ? tan pi by 4 പ്ലസ് എക്സിന്റെ ഫോർമുല എന്താ? 1 പ്ലസ് tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x, ദെൻ ഓൾ ഡിവൈഡഡ് ബൈ tan pi by 4 മൈനസ് എക്സിന്റെ ഫോർമുല എന്താ? 1 മൈനസ് tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan x. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ത് ചെയ്യണം? ഇതിനെ ഇതും കൊണ്ട് ഡിവൈഡ് ചെയ്ത് നേരെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? 1 പ്ലസ് tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x അങ്ങനെ തന്നെ എഴുതി. ഏത് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇത് നേരെ തിരിച്ചിടണം, ഇത് നേരെ ന്യൂമറേറ്ററിൽ പോകും. അപ്പോൾ 1 പ്ലസ് tan x വരും. ഇനി ഇത് എവിടെ വരും? ഇത് താഴെ വരും, ഡിനോമിനേറ്റർ വരും, 1 മൈനസ് tan x വരും. അപ്പോൾ നമുക്കറിയാം a ഇൻറ്റു എ എന്താ? എ സ്ക്വയറാ. അപ്പോൾ 1 പ്ലസ് tan x ഇൻറ്റു 1 പ്ലസ് tan x തന്നെ. അതിൽ തന്നെ നമ്മൾ ആ പ്രൂവ് ദാറ്റ് ഇവിടെ തന്നെ ചുമ്മാ എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ 1 പ്ലസ് tan x ദ ഹോൾ സ്ക്വയർ. ഇനി 1 മൈനസ് tan x എന്താ?
1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ നമ്മുടെ ആൻസറായി. ഇനി ഇതേ സെയിം മോഡൽ 3 പ്രോബ്ലമാണ് അവിടെ ചോദിക്കാറുള്ളത്. ആ 3 പ്രോബ്ലവും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് ഈക്വൽ ടു 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ. ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ നമ്മൾ ലെവൽ 1 ചെയ്തിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ലെവൽ 1 നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ശരിയാണെന്ന് മാത്രമേ നോക്കാമുള്ളൂ കേട്ടോ. ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് ഇൻറ്റു ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ഈ ആൻസർ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് ലെവൽ 1 നോക്കി ശരിയാണെന്ന് ചെക്ക് ചെയ്യുക കേട്ടോ.